ചിറ്റൂർ തത്തമംഗലം നഗരസഭ ഭരണം പിടിച്ച UDF ചെയർമാൻ DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ തന്നെ. മുൻ MLA കെ അച്യുതന്റെ പുത്രൻ പാരമ്പര്യം കാക്കാൻ എത്തുകയാണ് ഇത്തവണ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്ന വിജയം CPM-ന് ഇത്തവണ ലഭിച്ചില്ല. കുടച്ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിട്ടും ഇത്തവണ അധികാരം പിടിക്കാനായില്ല. സ്വതന്ത്ര തന്ത്രം വിജയിച്ചില്ല എന്ന് മാത്രമല്ല, പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച 17 പേരിൽ 5 പേർ മാത്രമാണ് വിജയിച്ചത്. 12 പേരും പരാജയപ്പെട്ടു. പാർട്ടി ചിഹ്നത്തിൽ 11 പേരിൽ മത്സരിച്ചതിൽ 6 പേർ മാത്രമാണ് വിജയിച്ചത്. നഗരസഭയിൽ UDF-ന് ഇവിടെ 19 സീറ്റ് ലഭിച്ചു. അവർ പോലും പ്രതീക്ഷിക്കാത്ത വിജയമാണ് നഗരസഭയിലുണ്ടായത്. ചിറ്റൂർ തത്തമംഗലത്ത് കഴിഞ്ഞ തവണയാണ് LDF ഭരണം പിടിച്ചത്. ഏറെക്കാലം UDF-ന്റെ കയ്യിലായിരുന്നു ചിറ്റൂർ തത്തമംഗലം നഗരസഭ. കെ അച്യുതന്റെ മകൻ തന്നെയാണ് അച്ഛന്റെ പാരമ്പര്യം കാക്കാൻ എത്തിയിരിക്കുന്നത്. ദീർഘകാലം നഗരസഭാ ചെയർമാനായിരുന്നു അച്യുതൻ. നെല്ല് സംഭരണത്തിലെ വീഴ്ചകളും സ്പിരിറ്റ് പിടികൂടിയതുമായി ബന്ധപ്പെട്ട് പെരുമാട്ടിയിൽ CPM ലോക്കൽ സെക്രട്ടറി അറസ്റ്റിലായതും കൊഴിഞ്ഞാമ്പാറയിലെ ഗ്രൂപ്പിസവും മറ്റും CPM-ന് എതിരാവുകയായിരുന്നു. കൊട്ടിഘോഷിച്ച് ചിറ്റൂരിൽ നടത്തിയ CPM ജില്ലാ സമ്മേളനം പോലും പാർട്ടിക്കും മുന്നണിക്കും നഗരത്തിൽ ഗുണം ചെയ്തില്ല. CPM ജില്ലാ സെക്രട്ടറിയുടെ തട്ടകം കൂടിയായ ചിറ്റൂരിലെ തോൽവിയും കോൺഗ്രസ് നേതാവിന്റെ തിരിച്ചുവരവും CPM-നെ ഞെട്ടിച്ചിരിക്കുകയാണ്. 1979-ലാണ് ആദ്യമായി കെ അച്യുതൻ നഗരസഭയിലേക്ക് എത്തിയത്. അതുപോലെയാണ് മകന്റെ വിജയവും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ചിറ്റൂരിൽ മത്സരിച്ചുവെങ്കിലും സുമേഷ് തോറ്റിരുന്നു. വാർഡിലെങ്കിലും വിജയിക്കട്ടെ എന്നാണ് എതിരാളികൾ അന്ന് പരിഹസിച്ചത്. അതിനുള്ള മറുപടിയാണ് സുമേഷിന്റെയും കോൺഗ്രസിന്റെയും വിജയം. UTV ന്യൂസ്, പാലക്കാട്.